നിങ്ങളുടെ അഭിപ്രായം പറയണ്ടേ? തിയേറ്ററിൽ പോകുന്ന സിനിമ കാണുന്നതിന്റെ ഫീല് വേറെ തന്നെയല്ലേ. എനിക്കൊന്ന് ഇതിന്റെ പ്രൊമോവും കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം എക്സ്പെക്ടേഷൻസ് ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ നിങ്ങളാണ് ആക്ച്വലി അഭിപ്രായം പറയേണ്ടത്. സിനിമ ഒരുമിച്ചിരുന്ന് കണ്ടു കഴിഞ്ഞ ശേഷം എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്തു എങ്ങനെയാണ് എന്നുള്ള അഭിപ്രായം ജനങ്ങളാണ് പറയുന്നത്. ഇല്ല, ഷൂട്ടിംഗ് ആണ് ഒറ്റക്കൊമ്പന്റെ. உங்களுக்கெல்லாம் பிடிச்சிருக்கா அது சொல்லுங்க. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. വെരി നൈസ്. ഓ, ഫുൾ മാസ് ഉണ്ട്, ഇമോഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ആക്ഷൻ പാക്ക്. സെക്കൻഡ് പാർട്ട് ഓഫ് കോഴ്സ് സെക്കൻഡ് പാർട്ട് എന്തായാലും ഉണ്ടാവും. ആൻഡ് ദെൻ ഇറ്റ്സ് ഗോണ ബി ഗ്രേറ്റ്. പൊളിച്ചടക്കി. അതെ അതെ അതെ, കറക്റ്റ്. RDXന്റെ അതുപോലെ തന്നെ ആക്ഷൻ പാക്ഡ് ആണ്. അടിപൊളി പടം. ഇമോഷനും ഉണ്ട്. അവസാനം നമ്മളെ ശരിക്കും വിഷമിപ്പിച്ച് കളയും. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ പടം. വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് സ്ക്രീനിൽ മുന്നിൽ പ്രവർത്തിക്കുന്നവരും പിന്നിൽ പ്രവർത്തിക്കുന്നവരും. അപ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ ചെയ്ത ഒരു കാര്യത്തിന് ഫലമുണ്ടായി എന്നൊരു തോന്നലാണല്ലോ. അത് സന്തോഷമുള്ള. ജനങ്ങൾ പടങ്ങൾ ഹിറ്റാക്കണം എന്നൊരു വലിയ പ്രാർത്ഥനയുണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവണം എന്ന് തന്നെയായിരിക്കുമല്ലോ അതിൽ വർക്ക് ചെയ്ത് എല്ലാവരുടെയും താല്പര്യം. അങ്ങനെ തന്നെ ആവട്ടെ. താങ്ക് യു. சூப்பராக இருக்குது. பிஜிஎம்லாம் வேறு லெவலு. அதுவும் அல்ஃபோன்ஸ் சார் பிஜிஎம் வேறு லெவலில் இருக்குது. ஃபைட்டு சூப்பராக. படம் சூப்பராக இருக்குது. படம் கண்டிப்பாக வந்து தேட்டரில் பார்க்கணும். ஆக்ஷன் பேக்லாம் செம்மையாக பண்ணியிருக்கா. பிஜிஎம் இன்னும் சூப்பராக இருக்குது. தேட்டரில் வந்து கண்டிப்பாக பார்க்க வேண்டிய படம். கண்டிப்பாக பார்க்கலாம். ஃபேமிலிக்கான படம் தான் இது. நல்ல சென்டிமெண்ட்டாக இருக்குது. ஃபைட் ஆக்ஷன் பேக்லாம் സൂപ്പറാக பண்ணியிருக்கான். ബാക്ക്ഗ്രൗണ്ട് ബിജിഎം സെമ്മയാണ് இருக்குது. പക്ക മാസ് ഫിലിം. എനിക്ക് സാധാരണ മാസ് പടം ഇഷ്ടപ്പെടാത്തതാണ്. പക്ഷേ ഈ ജോണ്ടറിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എടുത്തു പറയാനാണ് സൈനികം എൻ്റെ ഫാദർ അഭിനയം ഒതുക്കാൻ സിനിമാക്കാർ കുറേ ശ്രമിച്ചാണ്. ഇപ്പോഴും പുള്ളി സൈനികത്തെ ഒതുക്കാൻ നോക്കുന്നുണ്ട്. അത് മീഡിയ ഒരിക്കലും അനുവദിക്കരുത്. നല്ലൊരു ടാലൻറ്റഡ് ആക്ടറാണ്. പിന്നെ എല്ലാ ജോണറും ഉണ്ട്. സെൻറ്റിമെൻറ്റ്സ് സെക്കൻഡ് ഹാഫ് തന്നെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ റൊമാൻസ് ആക്ഷനാണ് ചെയ്യുന്നത്. ആക്ഷനുള്ള ലാലേട്ടൻ സ്റ്റൈലാണ് ഞാൻ കണ്ടത്. ഒരു പുതിയ സൂപ്പർ സ്റ്റാറിൻ്റെ ഉത്ഭവം പോലെ തോന്നുന്നുണ്ട്. എസ്പെഷ്യലി രാജാവിൻ്റെ മകളിലൂടെ ലാലേട്ടൻ വന്ന പോലെ. ഞാൻ നൈറ്റിംഗ് ആണ്. ലാഗ് അങ്ങനെ ഒന്നുമില്ല. എല്ലാ പൂർണ്ണിമിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഭാഗ്യരാജൻ്റെ മകൻ തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് ഒരു ക്ലാസ് പടം എന്നല്ല, വലിയ അങ്ങനത്തെ ക്ലാസ് പടം എന്നല്ല, ഒരു മാസ് പടം രീതിയിൽ ഉഗ്രം പടമാണ്. ഇത് മീഡിയക്കാർ പ്രൊമോട്ട് ചെയ്യണം. ഒരിക്കലും ഡിഗ്രേഡ് ചെയ്യരുത്. വലിയൊരു ഹിറ്റായി മാറട്ടെ. ഒരു ഇൻഡസ്ട്രി ഹിറ്റായി മാറട്ടെ. സൈനികം ഒരു സൂപ്പർ സ്റ്റാറായി മാറട്ടെ. സെക്കൻഡ് പാർട്ട് ഉണ്ടാവാൻ വേണ്ടിയാണ് ഇത് ഭയങ്കര ഹിറ്റാവാൻ സെക്കൻഡ് പാർട്ടും വരും. പടം നല്ല ഫ്രണ്ട്സിൻ്റെ കഥ പറയുന്ന ഒരു പടമാണ്. അതിൽ ചതിവഞ്ചന എല്ലാം കൂടെ മിക്സറായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വില്ലന്മാർ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ആക്ഷൻസ് വളരെ എന്താ പറയുക, വെറൈറ്റി ആയി ചെയ്തിട്ടുണ്ട് ആക്ഷൻസൊക്കെ. നല്ലൊരു പടം, കണ്ടിരിക്കാവുന്ന നല്ലൊരു പടമാണത്. ഷൈനും അതുപോലെ തന്നെ ഷാന്തുവിന് നല്ല ബ്രേക്ക് ആയിരിക്കും എന്തായാലും പടം കൺഫേം ആയിട്ടും. എങ്ങനെ ഷൈനിൻ്റെ ആക്ഷൻസും ഒക്കെ എല്ലാം വളരെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ശരിക്കും ലോക്കലായിട്ടുള്ള ഒരാളുടെ അതേ പെർഫോമൻസ് വളരെ നന്നായി ചെയ്തിട്ടുണ്ട് ഷൈൻ. അതുപോലെ ക്ലൈമാക്സ് അതുപോലെ വളരെ നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. ഹിറ്റായിരിക്കും. നല്ല ഹിറ്റ് പടം ആയിരിക്കും എന്തായാലും. ഒരു തമിഴ് പശ്ചാത്തലം ചെയ്തുകൊണ്ട് വളരെ വ്യത്യസ്തമായി ചെയ്തിട്ടുണ്ട്. പടം നന്നായി ചെയ്തിട്ടുണ്ട്. ബൾട്ട് കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഗംഭീര പടം എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. തിയേറ്റർ പിടിച്ച് കുലുക്കാൻ പറ്റുന്ന ആ ലെവലിലുള്ള പടമാണ്. എന്താ പറയുക, തിയേറ്ററിൽ തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കും. ഷൈൻ്റെ ഒക്കെ വേറെ ലെവലിൽ പെർഫോമൻസ്. അപ്പോൾ നമ്മളെ ഷൈൻ്റെ ആക്ഷൻ പടങ്ങളെന്നൊക്കെ പറയുമ്പോൾ RDX ഒക്കെ ആയിരിക്കും മൈൻഡ് വരിക. പക്ഷേ ഇനി തൊട്ട് ബൾട്ടി ആയിരിക്കും മൈൻഡ് വരിക. ആ ലെവലിൽ പുള്ളിക്കാരൻ എത്രത്തോളം എഫേർട്ട് ഇട്ടെന്നുള്ളത് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ആസ് എ പെർഫോമർ, ആസ് എൻ ആക്ടർ ഭയങ്കര രീതിയിൽ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. സ്റ്റണ്ടുകളൊക്കെ ഗംഭീരം. നമ്മൾ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എത്രത്തോളം എഫേർട്ട് ഉണ്ടെന്നുള്ളത്. ഷൈൻ മാത്രമല്ല, കൂടെ അഭിനയിച്ച എല്ലാവരും ഗംഭീരമായിട്ടുണ്ട്. ഒരാളെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പടമല്ല ഇത്. എല്ലാ ക്യാരക്ടേഴ്സും നമ്മുടെ മൈൻഡിൽ നിൽക്കും. ഒരു സ്ക്രീൻ കാണുന്ന സമയത്ത് അതിൽ ഏതൊക്കെ കഥാപാത്രം ഉണ്ട്, ആ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ ഈച്ച് ആൻഡ് എവറി ക്യാരക്ടറിന് സ്പേസ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. എന്താ പറയുക, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എൻഡ് കാണുമ്പോൾ മൾട്ടി
രണ്ടാം ഭാഗം വരാനായിട്ട് നമ്മളിങ്ങനെ നോക്കിക്കുക. അത്രയും ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ആവട്ടെ, സ്റ്റണ്ട് ആവട്ടെ, ഡ്രാമയാവട്ടെ, സ്റ്റോറി ആവട്ടെ, ലവ് ആവട്ടെ, ഒന്നിനൊന്നിന് കറക്റ്റ് മീറ്റർ ചെയ്തിട്ട് ഗംഭീര പടമാണ്. തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. മൾട്ടി എന്ന പടം അത് തുടക്കം കണ്ടപ്പോൾ എനിക്ക് ഒരു RDX ലെവലിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ പിന്നെ പടം ഒരു സ്പോർട്സ് ലെവലിലേക്ക് വന്നു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വളരെ ആ സ്പോർട്സ് കബഡി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കലയാണ്. ഒരുപാട് ആവേശം ഉണ്ടാക്കുന്ന ഒരു കലയാണ് കബഡി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വന്നപ്പോഴേക്കും തമിഴ്നാട്ടിലേക്ക് ഇത് വളരെയധികം ക്ലിക്കാവും. ഇത് തമിഴിലാണ് മിക്കവാറും തമിഴ്നാട്ടിലാണ് കൂടുതൽ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആ ഫസ്റ്റ് ഹാഫ് അങ്ങ് കഴിഞ്ഞു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കഥയുടെ സ്റ്റൈല് മാറി. പിന്നെ അത് കഥ ഒരു സെൻറ്റിമെൻറ്റ് സീനിലേക്കാണ്. ഇത് പിന്നെ ഓരോരുത്തരുടെ ജീവിത കാര്യങ്ങളാണ് അതിനകത്തേക്ക് വരുന്നത്. എന്തായാലും പടം ഇതിനകത്ത് ഷൈനൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ട് ആ വില്ലൻ കൊള്ളാം. കുറച്ച് പിന്നെ നമ്മുടെ പൂർണിമ ഇന്ദ്രജിത്ത് ഇവരൊക്കെ എടുത്തു പറയത്തക്ക ഇതാണ് കാണിച്ചേക്കുന്നത്. ഈ പടത്തിന് ഒരു സെക്കൻഡ് ഭാഗത്തിലുള്ള ചാൻസ് എന്തായാലും ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഭാഗത്തിലുള്ള ചാൻസ് ഈ പടം വിജയിക്കാൻ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് ഭാഗം പ്രതീക്ഷിക്കാം. അതിനുള്ള ത്രെഡ് ഉണ്ട് കഥയിൽ. അതായത് പടം ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത്ര വയലൻസ് കൂടിപ്പോയെന്ന് ചോദിച്ചാൽ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല RDXന് ശേഷം വന്നൊരു അടിപൊളി സിനിമ. കാരണം നല്ലൊരു സിനിമ. ഷൈനികത്തിൻ്റെ തിരിച്ചുവരവെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ശന്തനു ഭാഗ്യരാജ് നന്നായിട്ടുണ്ട്. പിന്നെ പൂർണിമേന്ദ്രയത്ത് നന്നായിട്ടുണ്ട്. അതിലെ എല്ലാ കഥാപാത്രങ്ങളും എന്തോ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പടം. കാരണം നമ്മൾ RDX ഒക്കെ നമ്മൾ സ്വീകരിച്ചില്ലേ, അതേപോലെ ഒരു ചിത്രം തന്നെ ഇത്. വേറെ എന്തോ അങ്ങനെ പക്ക ഇടിപ്പടം എന്ന് പറയുമ്പോൾ പറ്റൂല. എല്ലാം ചേർന്നത്. കാരണം സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, പാട്ടുണ്ട്, കോമഡി ഉണ്ട്. അതിൽ ഷൈനികത്തിൻ്റെ ഒരു നല്ല റോള്. പിന്നെ കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. കാസ്റ്റിംഗ് കൊള്ളാം. അതിൻ്റെ കഥയും നല്ലൊരു വേറിട്ടൊരു കഥയാണ് എന്തായാലും. അതുകൊണ്ട് എല്ലാം കൂടെ ചേർന്നൊരു സിനിമയാണ്. സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ഫൈറ്റ് ഉണ്ട്, ആക്ഷൻ എല്ലാം കൂടെ ചേർന്നൊരു സിനിമ. എന്തായാലും നല്ലൊരു സിനിമ. நல்ல காஸ்டிங் പിന്നെ டைரக்ஷனுக்கு அடிபொலி. படம் நல்லா இருக்கு. நான் தான் படத்தோட ஆக்ஷன் டைரக்டர் சந்தோஷ். ஸோ இந்த படம் தமிழ் மலையாளம் கிடையாது. இது ரெண்டுத்துக்கும் நடுவில் இருக்கிற பார்டர் நடக்கிற கதை. ஸோ ரெண்டு பேருக்குமே அது சார்ந்து இருக்கும். ஸோ இந்த படத்தோட ஆக்ஷனில் வந்து ஒவ்வொரு ஆர்டிஸ்ட்டுக்கும் ஒரு வேரியேஷன் கொடுக்கும். ஸோ இப்போ ஷைன் சாருக்கு ஒன்று இருக்கும், சாந்திரா சாருக்கு ஒன்று இருக்கும், சிவா ஜாக்சனுக்கு ஒன்று இருக்கும். ஸோ அதான் ஸ்டார்டிங்லேயே த்ரூ அவுட் கிளைமேக்ஸ் வரைக்கும் அதான் ஃபாலோ பண்ணியிருக்கோம். ஸோ இதில் இருக்கிறது ரிஸ்க்குன்னு பார்த்தீங்கன்னா அந்த லார்ஜ் ஃபைட் தான். இந்த லார்ஜ் ஃபைட்டில் ரொம்ப காம்ப்ளிகேஷன்ஸ் இருந்துச்சு. ஏன்னா செட்டு கிடையாது, ஃபுல் லைவ்ல பண்ணோம். ஸோ அதுக்கேற்ற மாதிரி நாங்கள் கோரியா டிசைன் பண்ணி அது ஃபுல்லாக டிஃப்ரெண்டான ஜோனுக்கு கொண்டு போனோம். அதுக்கான முக்கியமான காரணம் அலெக்ஸ் சார் தான், DOP அலெக்ஸ் சார். ஸோ 4 പേരുമേ ഫുൾ എഫേർട്ട് വിത്തൗട്ട് ഡൂപ്സ് ദേ ഹാവ് ഡൺ. നല്ലായിരുന്നു, നല്ല സിനിമയായിരുന്നു. ഞങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ബാക്കി എല്ലാവരും കണ്ടിട്ടാണ് അതിൻ്റെ ഒരു അഭിപ്രായം പറയേണ്ടത്. പക്ഷേ പേഴ്സണലി നമുക്ക് മൊത്തത്തിൽ പടം ഇഷ്ടമായി. തീർച്ചയായിട്ടും അതെ. അങ്ങനെ തോന്നിയില്ല. മൊത്തത്തിൽ ഓവറോൾ നമ്മളിതിൻ്റെ ഭാഗമാണ്. അപ്പം നമുക്ക് കറക്റ്റ് ഒരു ജഡ്ജ്മെൻറ്റ് ഒരു പക്ഷേ ചിലപ്പോൾ മിസ്സാവാം. അപ്പോൾ ബാക്കിയുള്ളവർ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ പറയട്ടെ. എനിക്ക് പേഴ്സണലി സിനിമ ഇഷ്ടമായി. യങ്സ്റ്റേഴ്സിനെ കുറച്ചുകൂടെ ഇഷ്ടമാവും. ആക്ഷനും പരിപാടീസൊക്കെ അങ്ങനെയുള്ളൊരു പടമാണ്. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസ് ഓണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മേഡ്.